ഹലോ, ഇന്ന് ഞാനൊരു വീഡിയോ ഇടുന്നത് ഒരു താളിയെക്കുറിച്ചാണ്. ഈ താളി എന്ന് പറഞ്ഞാൽ വെള്ളിയിലെ താളിയാണ്. നിങ്ങൾക്ക് പരിചയമുണ്ടോ അറിയില്ല. അത് പെട്ടെന്ന് കല്ലിലരച്ചോ മിക്സിയിലരച്ചോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് നമ്മൾ തലേന്ന് വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് അത് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ പയ്യെ, കയ്യിൽ എണ്ണയോ മെഴുക്കുകളൊന്നും ഉണ്ടാകാൻ പാടില്ല, പാത്രത്തിലോ ഒന്നും. എന്നിട്ട് ഇതിങ്ങനെ പിഴിഞ്ഞ് അതിങ്ങനെ മെല്ലെ പതുക്കെ ആക്കാനേ പറ്റുള്ളൂ. ഇത് പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറയും, അമ്മമാരൊക്കെ പറയും, അമ്മായിയമ്മയോട് പെരുമാറാനും വെള്ളിലത്താളി ഉണ്ടാക്കാനും പഠിക്കണമെന്ന്. അത് എന്താ പറയുക, അത്രയും പതുക്കെ നല്ല ഇതിലിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ആക്കി ഇത് ഞാൻ തലേന്ന് തിളപ്പിച്ച് വെച്ച വെള്ളത്തിലിട്ട് വെച്ച താളിയാണ്. കണ്ടോ, ഇതിങ്ങനെ മെല്ലെ പതുക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഞാനത് ഒഴിച്ച് വെച്ചത് കണ്ടോ, ഇങ്ങനെ ഒഴിച്ചിട്ട് എടുക്കുക. ഇതിൻ്റെ ചണ്ടി പിറ്റേ ദിവസം നമുക്ക് വെള്ളം ഒഴിച്ചിടുക. വെറുതെ തണുത്ത വെള്ളം ഒഴിച്ചിട്ടിട്ട് പിറ്റേ ദിവസം നമുക്ക് ഈ താളി ഉണ്ടാക്കാം. അത് ഞാൻ പിഴിഞ്ഞ് ഇങ്ങനെ കൊഴുപ്പിലൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ തിളപ്പിച്ച് തലേ ദിവസം വെച്ചിട്ട് പിന്നെ കയ്യിൽ എണ്ണയോ മെഴുക്കോ ഒന്നുമില്ലാതെ നല്ലതിൽ പതുക്കെ പിഴിഞ്ഞെടുത്താലേ ഇതിങ്ങനെ കൊഴുത്ത താളിയായിട്ട് കിട്ടുകയുള്ളൂ. ഇത് നമ്മുടെ മുടി കൊഴിച്ചിലിന് നല്ല ഒരു താളിയാണ്. ഈ താളി തേക്കുന്നതിന് മുന്നേ നമ്മളിതിങ്ങനെ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലൊരു വലിയ ഒരു ഇടത്തരം ഒരു ഉള്ളി എടുത്തിട്ട് അത് കൂട്ടി അരച്ചിട്ട്, വെള്ളം ചേർക്കാൻ പാടില്ല, തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് നല്ല തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കെട്ടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ താളി ഉപയോഗിച്ചിട്ട് ഒന്ന് തേച്ച് കെട്ടി, അതും മസാജ് ചെയ്ത് തേച്ച് കെട്ടിയിട്ട് അവിടെ കെട്ടി വയ്ക്കണം. നല്ല മുടി കൊഴിച്ചിൽ നല്ല ബുദ്ധിമുട്ടായിട്ട് മുടി കൊഴിച്ചിലുണ്ടാകുമ്പോൾ ഇത് രണ്ടും തേക്കുക. ഇത് തേച്ചിട്ട് ഒരു ദിവസമേ തേങ്ങാപ്പാൽ തേക്കേണ്ട ആവശ്യമുള്ളൂ. പിറ്റേ ദിവസം നമ്മൾ ബാക്കി എടുത്ത് വെച്ച താളി അങ്ങനെ വെള്ളമൊഴിക്കുക. അതെടുത്ത് പിന്നെ ഒരു